നമ്മള് കരണ്ടിയിൽ അമ്പലത്തിൽ പോയത് വിഷയ സദ്യയായിരുന്നു. ഒരു രക്ഷയില്ല, പായസമൊക്കെ അടിപൊളിയായിരുന്നു. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ പന്തളത്തെ കരണ്ടയിൽ അമ്പലത്തിൽ സപ്താഹം നടക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ അന്നദാനം കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴി ഒരു വീടിന്റെ സൈഡിൽ നിറയെ മാങ്ങ കിടക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് ഒരു മാങ്ങയെ പറിച്ച് അതും കഴിച്ചുകൊണ്ട് നമ്മൾ പോയി. നടന്ന നടപ്പിന്റെ അവസാനം നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ച നീണ്ട ഒരു ക്യൂ ആയിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, ആ ക്യൂവിന്റെ വാലെ കയറി അങ്ങ് നിന്നു. നമ്മൾ എന്തിനാ വന്നത് ഇവിടെ? പ്രോജക്റ്റ് ഉണ്ട് നമുക്ക് സപ്താഹത്തിന്. റോഡിൽ നിന്ന് നിൽക്കാൻ തുടങ്ങി നമ്മൾ അങ്ങനെ ഫൈനലി അമ്പലത്തിന് മുന്നിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ പ്ലേറ്റായി, ചോറായി, കറികളായി, പായസമായി, വെള്ളവുമായി. ഇടത് സൈഡിൽ കാരക്കേട്, നേരെ രാജു, വലത് സൈഡിൽ വള്ളികുന്നം. അങ്ങനെ ഇടതും വലതും നേരെമായി നമ്മൾ അങ്ങോട്ട് തട്ട് തുടങ്ങി. സ്വന്തം പാത്രത്തിൽ നിന്ന് ആദ്യമേ കഴിച്ചു തീർത്തിട്ട് ബാക്കിയുള്ളന്റെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരികയാണ് നമ്മുടെ രാജു. അങ്ങനെ ചോറ് കഴിച്ചു തീർത്തിട്ട് നമ്മൾ പിന്നെ പായസത്തിലേക്ക് കടന്നു. നല്ല പായസം. പ്ലേറ്റുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞു. ഇനി കൈയുമായിട്ടാണ് നമ്മുടെ രാജുവിന്റെ യുദ്ധം. നമ്മൾ ഇറങ്ങിയപ്പോൾ 2 പായസമൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. പാറുമോൾക്ക് വേണ്ടാത്തോണ്ട് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നു. സായിമോള് 2 കൈയേ ഉള്ളൂ, ഒരു കൈ കൂടെ ഉണ്ടായിരുന്ന ആ കയ്യിലും കൂടി പായസം വാങ്ങാമായിരുന്നു. ചൂട് കുറച്ച് കൂടുതലായിട്ട് തിരിച്ച് നമ്മൾ പന്തളത്തോട്ട് ബസ്സിലാണ് വന്നിറങ്ങിയത്. ഇവരുടെ ക്ലാസ്സിൽ ഇന്ന് പാർവതി നിർത്തി പൊരിച്ചതാണ്. അങ്ങനെ കഴിപ്പും കുടിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കോളേജിലോട്ട് വന്നു. അപ്പൊ ഇന്നത്തെ ഗൈസ്, ടാറ്റാ ബൈ ബൈ.